സാർ, ഈ ആളൂർ മരിച്ച് ഇപ്പോൾ കുറേ ദിവസം കഴിയുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഭംഗിയായി ചെയ്തു. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അത് അദ്ദേഹത്തെ എന്തിന് ഇങ്ങനെ വേട്ടയാടണം? ഇത്ര ചെറുപ്പത്തിൽ മരിച്ച എത്രയോ പേരുണ്ട്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള പ്രവണത കേരളത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ദൃശ്യമാധ്യമങ്ങൾക്കും പങ്കുണ്ട്, സോഷ്യൽ മീഡിയയ്ക്കും പങ്കുണ്ട്. അടുത്ത സമയത്ത് ഈ ഇത്തരത്തിലുള്ള ഇത് കാണുമ്പോൾ വളരെ ഞെട്ടലോട് മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ സൗദി അറേബ്യ പോലോ അല്ലെങ്കിൽ കുവൈറ്റ് പോലോ അറബ് കൺട്രി പോലെ അല്ല ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പം നമ്മൾ അത്തരത്തിൽ മാതൃകാപരമായി ഒരു സംവിധാനമുള്ള രാജ്യത്താണ് ഇത്തരത്തിൽ ഈ ഒരു അഭിഭാഷകനെ ഇത്രയും മോശമായി ചിത്രീകരിക്കപ്പെടുന്നത്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ അജ്മൽ കസബിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ അയാൾക്ക് സ്വന്തമായി അഭിഭാഷകനെ വെക്കാനില്ലാതിരുന്നപ്പം അയാൾക്ക് അഭിഭാഷകനെ വെച്ചു കൊടുത്ത അത്രയും മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഇവിടെയാണ് നമുക്കൊരു അതുപോലെ തന്നെ പാർലമെൻറ്റ് അക്രമ കേസിലെ പ്രതിക്ക് വേണ്ടി. പക്ഷേ നമ്മൾ അടുത്ത സമയത്തായി നമ്മൾ പലപ്പോഴും കാണേണ്ട ഒരു കാര്യം, ഇതിനൊരു മറുവശമുണ്ട്. അതായത് ഈ പാകിസ്ഥാൻ്റെ ഈ കടുത്ത അക്രമം നമ്മുടെ വർഷങ്ങളായി തുടരുന്നുണ്ടെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുന്നവർ പോലും അതിനെ പലപ്പോഴും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ രാജ്യസ്നേഹമില്ലായ്മ കൊണ്ടോ ഒക്കെ ന്യായീകരിക്കുന്നവർ പോലും പലപ്പോഴും ഇത്തരത്തിൽ, ഞാനിതിനൊന്നും കമ്പയർ ചെയ്യുകയല്ല, പക്ഷേ ഈ വിഷയത്തിൽ വരുമ്പോൾ അവർ ആളൂരിനെതിരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുവൈറ്റിനെ എന്ന് പറയുന്ന ഒരു സമ്പദ്ഘടനയെ മുഴുവൻ തകർത്ത് ഒരുപാട് മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തിയ സദ്ദാം ഹുസൈന് വേണ്ടി ഹർത്താൽ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് ആളൂരിന് ഈ ഗതി വരുന്നത്. ബിൻ ലാദനെ ജയ് വിളിക്കുകയും ഇപ്പോഴും ബിൻ ലാദനെ ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തായി ഇത്തരത്തിലുള്ള ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഈ അടുത്ത സമയത്തുണ്ടായ യുദ്ധസമാനമായ സാഹചര്യത്തിൽ പോലും അവിടെ നമ്മുടെ എം സ്വരാജ് അടക്കമുള്ളവരുടെ നിലപാട് എന്തായിരുന്നു? പലപ്പോഴും ഞാനതിനെ മോശമാക്കി പറയുകയല്ല, പലപ്പോഴും അത്തരത്തിലുള്ള രാജ്യത്ത്, അത്തരത്തിലുള്ള സംസ്ഥാനത്ത് നോക്കൂ, ഈ ആളൂർ അയാൾ പറഞ്ഞിട്ടല്ല ഈ പറയുന്ന ഒരു കുറ്റകൃത്യങ്ങളും നടന്നിട്ടുള്ളത്. ഇപ്പം ജോളിയുടെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ കൊലക്കേസിലാണെങ്കിലും ഒരു കേസിലും അയാൾ അപ്പീർ ചെയ്ത ഒരു കേസിൽ പോലും അയാൾ പറഞ്ഞിട്ടല്ല ഈ കുറ്റകൃത്യം, അയാളോട് ചോദിച്ചിട്ടുമല്ല. ഒരു അഭിഭാഷകൻ ആ അഭിഭാഷകൻ്റെ അടുത്ത് വരുന്നതോ ഇനിയിപ്പോൾ അദ്ദേഹത്തെ പറ്റി വേറൊരു ആരോപണം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അദ്ദേഹം അത്തരത്തിലുള്ള ഈ കേസുകൾ പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല, അതിനിയും അയാളുടെ അടുത്ത് ചെല്ലുന്നതാണോ അതോ അദ്ദേഹം സമീപിച്ച് കിട്ടുന്നതാണോ എന്നറിയില്ല. പിന്നെ അങ്ങനെ എന്താണെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ പ്രതിക്ക് നേരെ വരേണ്ട ജനവികാരത്തിൻ്റെ 10 ഇരട്ടി ജനവികാരം അല്ലെങ്കിൽ ജനരോഷത്തെയാണ് കുറച്ച് പേർ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആളൂരിൻ്റെ വിഷയത്തിനകത്ത്. പിന്നെ ഈ മരണം പോലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് ആളൂരിൻ്റെ കാര്യത്തിലാണ്. കാരണം ചെറുപ്പത്തിൽ മരിച്ചത്, 52 വയസ്സിൽ മരിച്ചത് അയാളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടില്ലേ? രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടില്ലേ? പ്രമോദ് മഹാജൻ ചെറുപ്പത്തിൽ മരിച്ച ആളല്ലേ? എത്ര പേര് ചെറുപ്പത്തിൽ കേരളത്തിലെ വ്യവസായ പ്രമുഖന്മാരുടെ മക്കൾ ചെറുപ്രായത്തിൽ മരിച്ചവരില്ലേ? പക്ഷെ അവരെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ ഈ BA ആളൂരിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അയാളെ ഇപ്പോഴും സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ചില യൂട്യൂബർമാരും ചില ഓൺലൈൻ മീഡിയക്കാരും ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ അങ്ങ് ക്രൂരമായി ഒരു മനുഷ്യനോട് കാണിക്കുന്ന, നമ്മൾ മൃതദേഹത്തോട് പലപ്പോഴും ആദരവ് കാണിക്കാറുണ്ട്. പക്ഷേ ഒരു മൃതദേഹം കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തെ വിടാൻ ഇപ്പോഴും മലയാളിക്ക് മനസ്സില്ല. ഈ മലയാളിയുടെ ഒരു പലപ്പോഴും കപട സദാചാരത്തിലും കപട മൂല്യത്തിലും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് മലയാളികൾ. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ ഇത് മുമ്പ് പറഞ്ഞ വണ്ണം പലപ്പോഴും പല വിഷയങ്ങളിലും യഥാർത്ഥത്തിൽ നമ്മൾ വെറുക്കപ്പെടേണ്ട വിഷയങ്ങളിൽ നമ്മൾ എത്തത്തില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു ചെറിയ മോഷണ കേസിലെ പ്രതിയോട് നമ്മൾ യാതൊരു അനുകമ്പയും കാണിക്കത്തില്ല. പക്ഷേ തീവെട്ടിക്കൊള്ള നടത്തുന്ന വലിയ കൊള്ളക്കാരനോട് നമ്മൾ
അനുകമ്പ പ്രഖ്യാപിക്കും. അതെ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ചെറിയ ഇപ്പം നിഷാം വധക്കേസ്, നിഷാം വധക്കേസിനകത്തിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അമിതമായി മദ്യപിച്ച് സ്വബോധമില്ലാതെ പോയി കാറിടിച്ച് കൊലപ്പെടുത്തിയ ചന്ദ്രബോസ് വധക്കേസ്. ചന്ദ്രബോസ് വധക്കേസിലെ നിഷാമിനോട് നമ്മൾ യാതൊരു കരുണയും കാണിച്ചില്ല. പക്ഷെ നമ്മൾ മറുവശത്തുള്ള ഒരുപാട് നിഷാമിനേക്കാൾ ഹീനന്മാരായിട്ടുള്ളവരോട് നമ്മൾ പിന്നെ നമ്മൾ പെട്ടെന്നാണ് തലയിൽ കയറ്റി വെക്കുന്നതും പെട്ടെന്നാണ് താഴെ ഇടുന്നതും പെട്ടെന്നാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം ആസ്ഥാന അഭിഭാഷകനായിരുന്നു CP ഉദയഭാനു എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനാണ്. ഞാൻ അദ്ദേഹത്തെ മോശം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു 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 കൊലപാതക കേസിൽ ഡയറക്റ്റോ അല്ലെ ഇൻഡയറക്റ്റോ അയാളുടെ ഒരു ഇൻവോൾവ്മെന്റ് വന്ന അയാൾ പ്രതി സാഹചര്യത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ഏഷ്യാനെറ്റിന്റെ എന്നും ചർച്ചയിൽ CP ഉദയഭാനു ഇല്ലാതെ ഒരു കാലഘട്ടത്തിൽ ചർച്ചയില്ലായിരുന്നു. അദ്ദേഹത്തെ എടുത്ത് താഴെ ഇട്ടു. അപ്പം നമ്മൾ പലപ്പോഴും മലയാളികളിൽ ഒരു കപടതയുണ്ട്, അല്ലെങ്കിൽ മലയാളികളിൽ ഒരു കാപട്യമുണ്ട്. ആ കാപട്യമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ അത് ആളൂരിൻ്റേതടക്കം, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ആളൂരിൻ്റെയാണ്, ആളൂരിൻ്റെ അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്രയും നമ്മുടെ എന്താ പറയുക ഹീനമായ തരത്തിൽ അല്ലെങ്കിൽ വളരെ മ്ലേച്ഛമായ തരത്തിൽ ഈ മൃതദേഹത്തോട് പോലും ആദരവ് കാണിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച മഹത്തായ സംസ്കാരമുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സാർ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ, സ്വാഭാവികമായും ഈ പ്രതിയും വാദിയും അല്ലെങ്കിൽ കോടതിയുടെ ആവശ്യമില്ലല്ലോ. ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ നേരെ ശിക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പ്രതിക്കൊപ്പം തന്നെ വാദിയും പ്രതിയും ഇക്കാര്യത്തിൽ തുല്യമായി വരുന്നവർ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചെയ്യാം, ഒരു ബലാത്സംഗ ശ്രമത്തിനിടയിൽ കൊലപ്പെടുത്തിയേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സ്വാഭാവികമായും രണ്ട് വശത്തും വക്കീലന്മാർ വേണ്ടി വരും. ചിലപ്പോൾ ഇവരുടെ കുടുംബം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പറയപ്പെടുന്ന ക്രിമിനൽ ജനിച്ചപ്പോഴേ ക്രിമിനലായ ആളായിരിക്കില്ല. അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ടോ അയാളുടെ ആ സമയത്തുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലോ ചെയ്തതായിരിക്കാം. പക്ഷേ അയാളുടെ കുടുംബം ഒരുപക്ഷെ ഇതൊന്നും നിരപരാധികളായിരിക്കാം. പക്ഷെ അവർക്കും നീതി കിട്ടണം എന്ന രീതിയിൽ ഇതിനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. തന്നെയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു മറുവശമുണ്ട് ഇതിൻ്റെ. കേരളത്തിൽ നടന്നിട്ടുള്ള പല പോലീസ് കൃത്രിമമായി കെട്ടിവെച്ച പ്രതികളുണ്ട്. ഇപ്പം നമ്മൾ അറിയാം, നമ്മളെ ഒരു കുപ്രസിദ്ധനായ പയ്യൻ എന്ന് പറഞ്ഞ ഒരു സിനിമ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റിലീസായി. ആ സിനിമയുടെ യഥാർത്ഥത്തിൽ ഇതിവൃത്തം എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലക്കേസ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ പുറത്ത് കെട്ടിവെച്ചതായിരുന്നു. അത് പ്രൂവ്ഡായ കേസാണ്. അന്ന് ട്രയൽ വന്ന ജഡ്ജി ഈ കേസ് കണ്ടെത്തുകയും ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഉൾപ്പെട്ട പ്രതിയല്ല ഇതെന്ന് എത്രയോ കേസുകളിൽ നമ്മൾക്ക് ചാരവൃത്തി കേസ് ആരോപിച്ചുകൊണ്ട് നമ്പി നാരായണനെ വേട്ടയാടി. ചാരവൃത്തി കേസിനകത്തിൽ പ്രധാന പ്രതിയായി ചിത്രീകരിക്കപ്പെട്ട് അന്നത്തെ IG ആയിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്ക് അയാളുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. എത്രയോ കേസിനകത്തിൽ ഇത്തരത്തിലുള്ള ഫാബ്രിക്കേഷൻ എത്രയോ കേസിനകത്തുണ്ടായി. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ എപ്പോഴും ഒരു അഭിഭാഷകൻ വേണം, അത് വാദിക്ക് വേണ്ടി വേണം, പ്രതിക്ക് വേണ്ടി വേണം. അത്തരത്തിലുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇയാൾ പ്രതിയാണോ, ഒരു പ്രതിക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളതിൻ്റെ പുറത്ത് ഒരിക്കലും ഒരു അഭിഭാഷകൻ ഒരിക്കലും കുറ്റക്കാരനാവുന്നില്ല. തന്നെയല്ല, ഇതിനകത്ത് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തെ അന്വേഷണത്തിലെ പോരായ്മയും കൃത്രിമത്വം കാണിക്കുന്നതും. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു പ്രസിദ്ധനായ ഒരു ADGP റിട്ടയർ ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ കൃത്രിമമായി കൃത്രിമമായി കോടതിയിൽ ഹാജരാക്കുന്നത് വിദഗ്ധനായിരുന്നു. കേരളത്തിലെ വേറൊരു പ്രശസ്തനായ ഒരു വലിയ വാഗ്ദോരണി മുഴക്കുന്ന ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന ഒരു SP ഉണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കള്ളക്കേസും ആരുടെ പുറത്തും കെട്ടിവെക്കും. അപ്പം നമ്മൾ ഈ മനുഷ്യ സഹജമായ പലതരത്തിലുള്ള ക്രിമിനലുകളും ഈ ജുഡീഷ്യറി ഈ അഭിഭാഷക വൃത്തിയിൽ ചിലപ്പോൾ കുഴപ്പക്കാരുണ്ടാവാം, പോലീസിൽ കുഴപ്പക്കാരുണ്ടാവാം, അല്ലെങ്കിൽ മാധ്യമരംഗത്ത് കുഴപ്പക്കാരുണ്ടാവും. പക്ഷേ ഒരു കേസ് നടത്തിയത് കൊണ്ട് മാത്രം ഒരാളെ ആജീവനാന്തകാലം നമ്മൾ അയാളുടെ ആ കുടുംബം, അയാൾക്ക് സഹോദരങ്ങൾ കാണില്ലേ, അല്ലെങ്കിൽ അയാൾക്ക് മാതാപിതാക്കൾ ജീവനോടുള്ളവർ ചിലപ്പോൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ബന്ധുക്കൾ ഉണ്ടായേക്കാം, അയാൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടായേക്കാം. അവരെയൊക്കെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെ മനസാക്ഷി മരവിച്ചവർക്ക് മാത്രമേ ഇത്തരത്തിൽ ഇങ്ങനെ മോശമായി ചിന്തിക്കാൻ കഴിയുള്ളൂ.